വഖഫിനെതിരെ വ്യാജ പ്രചാരണം നടത്തി വേട്ടയാടാനുള്ള ശ്രമം കേരളത്തിലും ഉണ്ടായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഖഫിന്റെ പേരിൽ ചില കുടുംബങ്ങളെ കുടിയിറക്കുമെന്ന പ്രചാരണമുണ്ടായി. അങ്ങനെ ആരെയും കുടിയിറക്കില്ല. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് വ്യാജ പ്രചരണങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായി മുത്തലാഖ് നിയമം പാസ്സാക്കപ്പെട്ടു, പൗരത്വ നിയമം ഭേദഗതി കൊണ്ടുവന്നു, ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിച്ച ഒരവകാശവും കവർന്നെടുക്കില്ല എന്നതും ഉറപ്പു നൽകിയിട്ടുണ്ട്. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിനോജ, മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലെ. തീർച്ചയായിട്ടും വിനീത, അങ്ങനെയാണ്. ഈ വേദി എന്ന് പറയുന്നത് വഖഫ് ബോർഡിൻ്റെ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസ് കെട്ടിടം ഉദ്ഘാടന വേദിയായിരുന്നു. അവിടെ വെച്ചാണ് ന്യൂനപക്ഷങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്ത് ഈ ന്യൂനപക്ഷങ്ങൾ എന്തൊക്കെയോ കവർന്നെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന പ്രതീതി രാജ്യത്തുണ്ടാകുന്നു. അതിന് തുടർച്ചയായിട്ട് അത്തരം നീക്കങ്ങൾ കേരളത്തിലുമുണ്ടായി. ഇതിൽ ചില വർഗീയ ശക്തികൾ മുതലെടുക്കാൻ കേരളത്തിൽ ശ്രമിച്ചു. പക്ഷേ സംസ്ഥാന സർക്കാരും കേരളത്തിലെ ജനങ്ങളും ചേർന്ന് അതിനെ ചെറുത്തു നിന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുൻപും കൂടി ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രി പറയുന്നത് വഖഫ് ബോർഡുമായി ബന്ധപ്പെടുത്തി ചില കുടുംബങ്ങളുടെ വീടും സ്വത്തും നഷ്ടമാകുന്ന രീതിയിൽ പ്രചാരണം സംസ്ഥാനത്ത് നടന്നു. പക്ഷേ സർക്കാർ അതിൽ കൃത്യമായി നിലപാടെടുത്തു. ആരുടെയും ഭൂമി, താമസിക്കുന്ന ഭൂമി നഷ്ടമാകില്ല എന്ന നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും ഹനിക്കപ്പെടില്ല എന്ന ഉറപ്പ് സർക്കാർ നൽകുകയാണെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ബജറ്റിലെ കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കായി നീക്കിവെച്ച കോടികളുടെ കണക്ക് നിരത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചത്. ന്യൂനപക്ഷത്തോടുള്ള സർക്കാരിൻ്റെ സ്നേഹവും കരുതലും മനസ്സിലാകണമെങ്കിൽ ഈ കഴിഞ്ഞ ബജറ്റിലെ വിഹിതം മാത്രം നോക്കിയാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. അതോടൊപ്പം തന്നെ ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ന്യൂനപക്ഷങ്ങൾ നൽകുമെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് നിന്ന് പറയുകയും ചെയ്തു. വിനീത, ശരി, സിനോജാണ് വിശദാംശങ്ങൾ.